ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു വ്ളോഗ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ലോങ് വീഡിയോ ഷോർട്സോ ഒന്നും തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും 2-3 ദിവസമായിട്ട് ഓട്ടമായിരുന്നു. അപ്പോൾ ഒരു ദിവസത്തെ കുറച്ചധികം കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ തലേന്ന് രാത്രി മുതലാണ് ഷൂട്ട് ചെയ്തത്. എല്ലാം ഒന്നും കാര്യമായിട്ട് ഒന്നും തന്നെ കാര്യമായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. എന്നാൽ വളരെ കുറച്ച് അവിടെ നിന്നൊക്കെ ഷൂട്ട് ചെയ്തൊരു വ്ളോഗ് പോലെ ആക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച അത്രയും സ്പഞ്ചുകളായി തന്നെ ബേക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അതെല്ലാം ഫ്രോസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിരാത്രി അച്ചാറുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അനിയത്തിയുടെ അടുത്തേക്ക് പിറ്റേന്ന് അവളുടെ സ്വന്തത്തിൽ ആരോ പോകുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കുറച്ച് മാങ്ങാച്ചാർ ഉണ്ടാക്കി കൊടുത്തുവിടാൻ പറഞ്ഞുകൊണ്ട് അത് ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ 3:30 ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ കേക്കിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട്. കാരണം നമുക്ക് ഓർഡേഴ്സ് എല്ലാം ലേറ്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ലേറ്റ് ആയിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റൂലല്ലോ. അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 3:30 ആയിട്ടുണ്ടായിരുന്നു. ഇതേ സമയം കണ്ടില്ല, ഇത്ര സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പാത്രമൊക്കെ അങ്ങനെ തന്നെ ഇട്ടിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആകെ മൊത്തത്തിൽ പിടി വിട്ടിട്ടുണ്ടായിരുന്നു, കയ്യും കാലൊക്കെ ശരിക്കും തളർന്നു പോണ അവസ്ഥയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പാത്രമൊക്കെ ഇട്ടിട്ട് കിടന്നു. പിന്നെ ഇത് പിറ്റേന്ന് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ടത്തേക്ക് വീണ്ടും ഒരു കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി 5 കേക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടുതൽ ഒരു കേക്കും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതും വേഗം ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിവിടെ ഹെൽപ്പിന് എൻ്റെ കൂടെയുള്ളത് എൻ്റെ അമ്മച്ചിയാണ് കേട്ടോ. ഉമ്മ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോയേക്കണതുകൊണ്ട് തന്നെ ആണ് അരി ഇടുന്ന പണിയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം അരി ഇടുന്ന ടൈമൊന്നും അമ്മച്ചി വീട്ടിലുണ്ടായിരുന്നില്ല. രാവിലെ എണീച്ചപ്പോൾ തന്നെ അമ്മച്ചി വീട്ടിലിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം അത്തച്ചി ഇപ്പോൾ മീനിന് പോകണോണ്ട് തന്നെ കുറച്ച് മീനൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറം ഇപ്പുറമുള്ളവരൊക്കെ പറഞ്ഞത് അതൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചി പോയോണ്ടാണ് എനിക്കും ഇത്രയും പണി വന്നത്. അപ്പോൾ കേക്കൊക്കെ നമ്മൾ ബേക്ക് ചെയ്ത് വെച്ചിട്ട് അരി ഇട്ടതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പുട്ടിന് പൊടി വാട്ടി അതൊക്കെ അടിച്ചു വെച്ചു. എപ്പോഴും എടുക്കണമാതിരി ഡീറ്റെയിൽ ആയിട്ട് ഒന്നും തന്നെ എടുത്തിട്ടില്ല. എല്ലാം ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കടലക്കറി വയ്ക്കാൻ വേണ്ടിയിട്ട് സവാളയും തേങ്ങയൊക്കെ കൂടി വറുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അരയ്ക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ പുട്ടിൻ്റെ പൊടിയുടെ ചൂടൊക്കെ ആറി കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ ആവിയേറ്റി വെച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കടലക്കറിയും റെഡിയാക്കി. അങ്ങനെ കടലക്കറി ഇവിടെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട്. അങ്ങനെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കടലക്കറി ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ അന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഓൾറെഡി 3:30 നമ്മൾ തലേന്ന് കിടന്നത്. പിന്നെ പിറ്റേന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണിച്ചപ്പോഴത്തേക്കും ഒരു ഓർഡറും കൂടെ വീണ്ടും വന്നു, അതും ബേക്ക് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. അങ്ങനെ ആയിഷുമ്മ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് ഗൈസ്. അയറു ഇവിടെ ഇരിക്കുന്നുണ്ട്, അമ്മോട് ചായ കുടിക്കുന്നുണ്ട്. എൻ്റെ പാവം പിള്ളേർക്ക് ചായ കൊടുത്തപ്പോൾ ഗൈസ് സമയം 11:40 അങ്ങനെ അത്രയും ടൈം ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഷോപ്പിൽ പോകണമായിരുന്നു. കാരണം വൈകിട്ട് ഒരു ഹാമ്പറും കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള ബോക്സും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതും പെട്ടെന്ന് വെച്ചാൽ തലേന്ന് വന്ന ഓർഡർ ആയിരുന്നു. പിന്നെ രാത്രി പോകാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് പോയില്ലായിരുന്നു. അങ്ങനെ കടയിൽ പോയി അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു പ്രിൻ്റ് എടുക്കണമായിരുന്നു വൈകിട്ട് തന്നെ കൊടുക്കാനുള്ള ഒരു കേക്കിലേക്കുള്ള. അങ്ങനെ പ്രിൻറ്റും ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഹാമ്പർ വേഗം തന്നെ സെറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഹാമ്പർ 3:30 കൊടുക്കാനാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ കൊടുത്തപ്പോൾ 4:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എല്ലാം ചെയ്തിട്ട് പോകണ്ടേ, അതുകൊണ്ട് അത്രയും വൈകി. പിന്നെ അവർക്ക് കസ്റ്റമർ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തവരായതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ സീനില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ സൗകര്യം പോലെ എന്ന് വെച്ചാൽ മാക്സിമം നേരത്തെ ഞാൻ കൊടുത്തു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ഫ്രെയിമും ചെയ്യാനുണ്ടായിരുന്നു, അതിനും കൂടെയുള്ള പ്രിൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ കൂട്ടത്തിൽ. അങ്ങനെ പ്രിൻ്റൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഫ്രെയിമൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് ഫ്രെയിം ഇതാ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സെപ്പറേറ്റ് റാപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞത്. അത് നമ്മൾ ഹാമ്പറിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഓർഡർ ചെയ്ത ആളുടെ സിസ്റ്ററിൻ്റെ വെഡിങ് ആനിവേഴ്സറിക്കും മറ്റേത് ബ്രദറിൻ്റെ ബർത്ത്ഡേക്കും വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ. രണ്ടും ഒരു ദിവസം തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മൂവാറ്റുപുഴയ്ക്ക് പോയപ്പോൾ നമുക്ക് ഒരു കേക്കും കൂടെ കൊടുക്കാനുണ്ടായിരുന്നു. മൂവാറ്റുപുഴയാണ് നമുക്ക് ഈ ഹാമ്പറും ഈ കേക്കും കൊടുക്കാനുണ്ടായിരുന്നത്. അപ്പം മറ്റേതിന് മുമ്പ് കാണിച്ച കേക്ക് മൂവാറ്റുപുഴ തന്നെ വേറൊരു ഷോപ്പിൽ കൊടുത്തേൽപ്പിക്കാനുള്ളതായിരുന്നു. അങ്ങനെ പോയപ്പോൾ ഇതെല്ലാം ആയിട്ട് പോയി. അതായത് ഹാമ്പർ, 2 കേക്ക്, ഫ്രെയിം, ഇതെല്ലാം ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ അടുത്തുള്ളൊരു കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിത് ഈ ഒരു 2 കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അത് ചെയ്ത് അവർ വീടിൻ്റെ കുറച്ചപ്പുറം വരാമെന്ന് പറഞ്ഞ് വിളിച്ചത് കൊടുക്കാൻ വേണ്ടി ഞാൻ വണ്ടിയിലെടുത്ത് വെച്ചപ്പോഴാണ് എനിക്ക് പണി കിട്ടിയത്. കാരണം വലിയ ബോക്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ വെച്ച് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. പിന്നെ വന്നവരോട് വീട് വരെ വരാൻ പറഞ്ഞ് അങ്ങനെ വീട് വരെ വരുത്തിച്ചിട്ട് പിന്നെ അങ്ങനെ കേക്ക് കൊടുത്തുവിടാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ 10:45 ആയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടിച്ചു വാരലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത്രയും സമയമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടുത്തെങ്കും ഞാൻ ഇത്രയും ഓടിപ്പാഞ്ഞ് നടന്നിട്ടില്ല. അത്രയും ഒരുപാട് ഓടി, ശരിക്കും പിടിവിട്ട ദിവസമായിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴൊന്നുമില്ലല്ലോ, വല്ലപ്പോഴല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. വല്ലപ്പോഴല്ലേ, എപ്പോഴും ആണെങ്കിലും ചെയ്ത് തന്നെ പറ്റുള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവനെ കുളിക്കാൻ ഇറങ്ങണേക്ക് മുമ്പ് നമ്മുടെ ലാസ്റ്റ് കേക്കും കൂടെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ കുളിക്കാൻ കയറുന്ന ടൈമിൽ കസ്റ്റമർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചിക്ക് എടുത്തു കൊടുക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ. പിന്നെ ഞാൻ ഇറങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്യണം.
അപ്പോൾ പാക്ക് ചെയ്ത് വെച്ചിട്ട് പോവുകയാണെങ്കിൽ പിന്നെ അമ്മച്ചിക്ക് അങ്ങ് എടുത്ത് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും പാക്ക് ചെയ്തിട്ട് നമ്മൾ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ആ ഒരു വർക്ക് അതോടെ അവസാനിച്ചു. അങ്ങനെ കുളി കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞ് വന്നിരുന്നപ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം, എൻ്റെ അള്ളാ, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രയ്ക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ. 4ഉം 5ഉം 6ഉം കേക്കുകൾ വരെ ഒരുമിച്ച് നമ്മൾ ചെയ്ത ദിവസങ്ങളുണ്ട്. ക്രിസ്മസിൻ്റെ ടൈമിലൊക്കെ നല്ല തിരക്കാർ 10-15 കേക്കൊക്കെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഹാമ്പറിൻ്റെ വർക്കും അത് ഡെലിവറിയും അതിൻ്റെ വീഡിയോ എടുക്കലും എല്ലാം കൊണ്ടുമാണ് ഇത്രയും ശരിക്കും ഇടങ്ങേറായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ അന്ന് ചെയ്ത കേക്കിൻ്റെ വർക്കും അതേപോലെ തന്നെ ഹാമ്പറിൻ്റെയും ഫ്രെയിമിൻ്റെയും ഒക്കെ വർക്കുകളുടെ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.